ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നത്തോടെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. കുറച്ച് പേര് എന്നോട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നെജിലിൻ്റെ കാര്യത്തിൽ. ഞാൻ റീച്ചിന് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തയ്യലിൻ്റെ സ്റ്റിച്ചിൻ്റെ ഇതൊന്നും ഇടേണ്ട ആവശ്യമില്ല. കാരണം അത്യാവശ്യം ഇപ്പോൾ ഈ പറയുന്ന ആൾക്കാരെ മാതിരിയുള്ള പിന്നെ റീച്ച് കിട്ടിയിട്ട് അതിന് പൈസ എടുത്തിട്ട് വരുമാനം എടുത്തിട്ട് എനിക്ക് നന്നേണ്ട ആവശ്യമില്ല. എന്നാൽ കിട്ടിയാൽ ഞാൻ വെറുതെ വിടുവില്ല. കാരണം ഇതിവിടെ വെച്ച് നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ ഒരു വിഷയത്തിന് എനിക്ക് അൽഹംദുലില്ലാ വളരെയധികം സന്തോഷം, 100% ഞാൻ യോജിക്കുകയാണ് നജ്ലാനോട്. ഇക്കാര്യത്തിൽ ഹലാലായ ബന്ധം തിരഞ്ഞെടുത്തൽ എങ്ങനെയോ ഏത് രീതിയിലോ ആവട്ടെ, അത് അവരുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ്. അതിപ്പോൾ ഒരു സ്ത്രീക്ക് ഇത്രയും ഉണ്ട് തുറന്ന് പറയാൻ പറ്റുന്നത്. പിന്നെ ഫാമിലി മാറ്ററൊക്കെ ഈ യൂട്യൂബിൽ കൊണ്ടുവന്നിടുന്ന എല്ലാവർക്കും ഇതൊരു പാടാവണം. ഇത് ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. എല്ലാവരുടെ വീടുകളിലും എല്ലാവരും നാട്ടുമ്പുറത്തും ഒക്കെ ഏകദേശം പല രീതിയിലും പല പ്രശ്നങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊന്നും കൊട്ടി ആഘോഷിക്കാൻ പുറത്ത് ആൾക്കാർ അറിയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതേപോലെ യൂട്യൂബിൽ കൊടുത്തിട്ട് കൊട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പം ഫാമിലി വ്ളോഗേഴ്സിന് പറ്റുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് എന്ത്, എല്ലാ വിഷയങ്ങളും നമ്മളെ വീട്ടിലത്തേത് എല്ലാം കൊടുത്തിട്ട് ഇതിൽ കൊണ്ട് തട്ടും. ആ തട്ടണതെന്ന് തോന്നിയതെടുത്തിട്ട് കമൻറ്റുകൾ കമൻ്റ് അടിക്കും. കമൻറ്റിൽ കൂടെ പിന്നെ പല പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയൊക്കെ ഓരോന്ന് അത് നമ്മൾ തന്നെ അതിനൊരു കാരണം ആക്കി കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സബ്ജക്റ്റ്, അങ്ങനെ ഒരു വിഷയം അവിടെ വരുന്നത്, അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത്. ഇല്ലെങ്കിൽ അതിനൊരു ഒരു ഇഷ്യൂ വരാൻ സാധ്യതയില്ല. കാരണം നമ്മളായിട്ട് നമ്മളെ പല്ല് കുത്തിയിട്ട് അവർക്ക് മണക്കാൻ കൊടുക്കും. അപ്പോൾ അവർക്ക് അത് വലിയ ഇഷ്ടം ഉണ്ടാവില്ല ആ മണക്കൽ. അത് എന്തായാലും നമ്മൾ തന്നെയാണ് അത് മണക്കുന്നത് നല്ലത്. കാരണം ആരും 100% സത്യസന്ധതയുള്ളവരും എല്ലാം തികഞ്ഞവരും ആരുമില്ല. എല്ലാവർക്കും ഓരോ കോർണറുകളും ന്യൂനതകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാവരും ജീവിതത്തിലുണ്ടാവും. പക്ഷെ അതാരും അറിയുന്നില്ല. ഈ അറിയുന്ന എടുത്തിട്ട് മറ്റുള്ളവർ എന്താണ് പണ്ടാരോ പറഞ്ഞ മാതിരി അവനാൻ്റെ പെരുങ്കാലം ചളി കുത്തിയിട്ട് മറ്റുള്ളവരെ നടക്കുമ്പോൾ മന്ദുകാരനെ കാണുമ്പോൾ പെരുങ്കാലെന്ന് വിളിക്കുന്നത് അങ്ങനത്തെ ഒരു പഞ്ചലുണ്ടല്ലോ എന്ന പറഞ്ഞ മതിലാണ് ഇപ്പം സമൂഹത്തിന് മുന്നിൽ അറിയപ്പെടുമ്പോൾ അതിൽ ആ വ്യക്തി ചെയ്ത തെറ്റുകളെല്ലാം മറ്റുള്ളവർ പറഞ്ഞിട്ട് അത് പോയി. ആ വ്യക്തിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ മറ്റുള്ളവർ പറയുമ്പോൾ അത് ആ മറ്റുള്ളവരിലൂടെ ആ വ്യക്തിൻ്റെ തെറ്റുകുറ്റങ്ങൾ പോകുന്നുണ്ട്. അതിപ്പോൾ നമ്മളും ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാൻ അവീതം പാടി നടന്നതാണ്. അപ്പോൾ അതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുണ്ട് മാറി നിൽക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത് അതുകൊണ്ടാണ്. ഇങ്ങനെ ഒരാൾക്കെങ്കിലും അതുപോലെ നിൽക്കുന്നവർക്ക് വേറൊരു വിവാഹം കഴിച്ചിട്ട് പോകുമ്പോൾ അവരും രക്ഷപ്പെടുമല്ലോ, എന്നാൽ അതിൽ കൂടെ സമൂഹം രക്ഷപ്പെടും. പല ആൾക്കാരായിട്ടുള്ള ബന്ധങ്ങൾ നല്ലതല്ലല്ലോ. നമ്മൾ സമൂഹത്തിൽ മാത്രമല്ല നമ്മൾ ഇസ്ലാമികപരമായിട്ടും എല്ലാ രീതിയിലും നോക്കുമ്പോഴും അങ്ങനെ തന്നെയല്ലേ. അപ്പം ആ രീതിക്ക് അനുസരിച്ചിട്ട് കണ്ടപ്പോൾ എനിക്ക് ഒരു വാക്ക് പറയാൻ തോന്നി. പക്ഷേ എൻ്റെ വാക്ക് എന്തെന്നോ കോലെന്തെന്നോ ഞാൻ എന്താ പറഞ്ഞിക്കണമെന്നൊന്നും ശ്രദ്ധിക്കാതെ പലരും പല രീതിയിൽ അത് വളച്ചൊടിച്ചിട്ട് കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മസ്റൂറ ഫാത്തിമാക്ക് സപ്പോർട്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ നിലവാരം അളക്കും എന്ന് പറഞ്ഞു. എൻ്റെ നിലവാരം എൻ്റേതായിട്ടുള്ള നിലവാരം എനിക്കറിയാം. ആ നിലവാരത്തിന് ഞാൻ അങ്ങോട്ടും പോയിട്ടില്ല ഇങ്ങോട്ടും പോയിട്ടില്ല. പിന്നെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ നിലവാരം കുറയാൻ പറഞ്ഞത് ശരിയല്ലല്ലോ. നമുക്ക് തോന്നുന്നത് നല്ലൊരു അഭിപ്രായമാണെങ്കിൽ അതുവരെ നടന്നിരുന്ന വേശ്യയായി കിടക്കുന്ന സ്ത്രീക്ക് പോലും അള്ള പുറത്തു കൊടുത്തിട്ടില്ലേ. അപ്പോൾ നമ്മൾ ആർക്ക് എന്ത് പുറത്തു കൊടുക്കണം നമ്മൾ തീരുമാനിക്കാൻ പറ്റുമോ? അവർ എന്തോ ആവട്ടെ നല്ല നിലക്ക് ജീവിക്കാൻ വേണ്ടി നല്ല രീതിയിൽ വന്നു. അപ്പോൾ ഇതിൽ പലരും ഇപ്പോഴും ചാടിപ്പോയതാണ് ചാടിപ്പോയിട്ട് നിക്കാഹ് കഴിച്ചിരിക്കണമെന്നല്ലേ. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്കിതൊന്ന് കേട്ട് നോക്കാം. ഞാൻ മസ്റൂറാനോട് ചോദിച്ചിരുന്നു. അത് പിന്നെ ചോദിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് മറുപടി കിട്ടിയില്ല. അവൾ ആദ്യം ഞാൻ ഹായ് പറഞ്ഞപ്പോൾ പിന്നെ എന്താ പറയുക എന്താ എന്നൊക്കെ ചോദിച്ചിട്ട് വന്നിരുന്നു. പിന്നെ ഞാൻ പറയാനും വിട്ടുപോയി. എനിക്ക് കുറച്ച് ടൈം പിന്നെ ഇതായിപ്പോയി, ബിസി ആയിപ്പോയി. അപ്പോൾ അത് കാരണം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ അവൾക്ക് മെസ്സേജ് വിടുന്നത്. അപ്പോൾ അവർ ഇതുപോലെ കറങ്ങാൻ പോയിരുന്നു ഫാമിലി ഒത്തിട്ട്. അപ്പോൾ അവർ അവിടുന്ന് അത് നോക്കിയിട്ടില്ല, ലൈവിടെല്ലാം താക്കളൊക്കെ ആയിട്ട്. അപ്പോൾ കഴിഞ്ഞ് വന്നതിന് ശേഷം എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്നത് ഞാൻ പറഞ്ഞത് സത്യമാണോ, നിൻ്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കണം എന്താണെന്നുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയുള്ള സംഭവം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, പിന്നെ നിക്കാഹ് കഴിഞ്ഞിരിക്കണമെന്നാണ്. അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞ് നിക്കാഹ് കഴിഞ്ഞതല്ല, ഒളിച്ചോടി പോയതാണ്, ചാടിച്ച് കൊണ്ടുപോയതാണ്, കുടിച്ചടിച്ചതാണ്, ഉമ്മ മറ്റുള്ളവർ കണ്ടിട്ട് അങ്ങനെ ആക്കിയാണ്. ആരാ അപ്പം അത്? എനിക്ക് അതൊക്കെ ഇപ്പോൾ കേട്ടപ്പോൾ എനിക്ക് തന്നെ തോന്നി എടപെടാ ഞാനിപ്പോൾ പറഞ്ഞത് അബദ്ധമായോ, ഞാൻ ഇവൾക്ക് സപ്പോർട്ട് നിന്നത് അബദ്ധമായോ. അപ്പോൾ നിങ്ങൾ പറഞ്ഞാണ് ശരി. അപ്പോൾ ഞാൻ ഇവളോട് ചോദിച്ചു, നജ്ലാനോട് ചോദിച്ചു. അപ്പോൾ നജ്ല എനിക്ക് വോയിസ് ആയിട്ട് അയച്ചു തന്നെ. അപ്പോൾ ഈ വോയിസ് നമുക്ക് കേട്ട് നോക്കിയാലോ. അപ്പോൾ അതിന് സത്യസന്ധത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ഞാനായിട്ട് പറഞ്ഞില്ല, നജ്ല പറയട്ടെ. അസ്സലാമു അലൈക്കും. ഇപ്പൊ ഇന്നലെ നമ്മൾ പുറത്തായിരുന്നു, അതാണ് റിപ്ലൈ ഒന്നും തരാത്തത്. പിന്നെ ഇസ്ലാമിന്റെ നിയമപ്രകാരമുള്ള നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ വോയിസ് വേണമെങ്കിൽ ഇത്താക്ക് പബ്ലിക്കിലിടാം. കാരണം ആധാർ കാർഡിന്റെ എന്തോ ഒരു കംപ്ലൈന്റ് ആണ്. ഒരു വട്ടം ശരിയാക്കാൻ കൊടുത്തിട്ടും ശരിയായില്ല. അത് കഴിഞ്ഞ ഉടനെ ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രൂഫോടുകൂടി തന്നെ ഇത് വരും. എന്തിനാണ് ഈ ഫാമിലി മാറ്റർ കൂടെ കൊടുത്തിട്ടുള്ളത്? ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊടുത്തിടുമ്പോഴാണല്ലോ അത് മറ്റുള്ളവരെടുത്തിട്ട് പറയാനൊരു കാരണം ഉണ്ടാവുന്നത്. എൻ്റെ വീട്ടിലിപ്പോൾ പലതും നടക്കുന്നുണ്ടാവും, എൻ്റെ അയൽവാസിയിൽ പലതും നടക്കുന്നുണ്ട്.
ചാനലില്ലാത്തൊരു വീട്ടിലും നടക്കുന്നുണ്ട്, അതൊന്നും നമ്മൾ അറിയുന്നില്ല. ചാനലുള്ളവരുടെ വീട്ടിലും പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ പലതും ഒതുക്കി വെച്ചിട്ട് വേറെ രീതിയിൽ ഹാപ്പി ആയിട്ടാണ് പലരും വന്ന് വിടുന്നത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊന്നും ആരും തുറന്ന് പറയില്ല. പക്ഷേ അത് തോണ്ടിയെടുത്തിട്ട് വേറെയുള്ള യൂട്യൂബർമാരെടുത്തിട്ട്, അതായത് ആ വ്യക്തി ഇടുന്നതിന് മുമ്പേ മറ്റുള്ളവർ എടുത്തിട്ട് പൈസ മുതലാക്കാൻ വേണ്ടി റീച്ചിന് വേണ്ടിയിട്ട് എടുത്ത് നടക്കുന്നവരുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ പെൺകുട്ടികളെ പറ്റിയിട്ട് ഇതിൽ പറഞ്ഞു. ആദ്യം ഖദീജ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് പറഞ്ഞിട്ടുള്ളത്. ഖദീജ എന്ന് പേര് കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഖദീജ അല്ല എന്നുള്ളതും എനിക്കറിയാം. അപ്പോൾ ആ സ്ത്രീക്ക് ഭയങ്കര സങ്കടം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 2 പെൺകുട്ടികളുണ്ടെന്ന് ആദ്യം നോക്കിയിട്ട് വേണം ഞാനിത് പറയാനെന്നാണ് പറഞ്ഞത്. അതായത് അവിഹിതം ഞാനിതാക്കി കൊടുത്തത്. ഇത് പിന്നെ പണ്ടാരോ പറഞ്ഞ മാതിരിയാണ്, എന്താണ് പറയണമെന്ന് പോലും കേൾക്കാതെ കമൻ്റ് ഇട്ടിട്ട് നമ്മളതാക്കാനും വേണ്ടിയിട്ട് വരുന്ന ഒരു സംഭവങ്ങളാണ്. അതിലൊരു ചുക്കും സംഭവിക്കില്ല. കമൻ്റെല്ലാം അതിന് വലുതൊക്കെ വന്ന് എല്ലാം കഴിഞ്ഞ് പോയതാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, തീയിൽ മുളച്ച് ഇവിടം വരെ എത്തി. ഇനി വെയിലാണ് കാണുന്നതൊക്കെ. ആ വെയിലത്ത് വാടാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളത് അങ്ങനെ കണ്ടിട്ട് പേടിക്കാനും പോണില്ല. ഇനിയിപ്പോൾ അവളുടെ ജീവിതം കുട്ടനും മുട്ടനും തമ്മിൽ തല്ലുകൂടുമെന്ന് പറഞ്ഞിട്ട് ചോര പിടിക്കാൻ വേറെ ഒന്നും ചെന്നായിക്കളും എന്ന് പറഞ്ഞ മാതിരി നിൽക്കുകയാണ്. അതായത് മറ്റുള്ളവർ തമ്മിൽ എന്തിന് കടിപിടി കൂടണം? ഓള ജീവിതത്തിന് ഓള മാതാപിതാക്കൾ ഉണ്ടാവും. അതൊക്കെ പിന്നീട് എല്ലാവരും നന്നാവും ചെയ്യും, ഓക്കെ ആവും ചെയ്യും, സന്തോഷത്തോടെ ജീവിക്കും ചെയ്യും, പോക്കും വരവും ഉണ്ടാവും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ആ ലെവലിൽ പോട്ടെ. റാത്തായിട്ട് നല്ലൊരു സന്തോഷമുള്ള ഒരു പിന്നെ ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നജ്ലയ്ക്ക് വേണ്ടി. എനിക്കത്രേ പറയാനുള്ളൂ. കാരണം എനിക്കത് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ ഭർത്താക്കന്മാർ ഇല്ലാതെ ഇങ്ങനെ നിന്നിട്ട് കണ്ടവരോടുള്ള ബന്ധം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും അത് നാട്ടുകാർ പറയും. അയൽവാസികൾ ഉറക്കമുണ്ടാവില്ല, നാട്ടുകാർക്ക് ഉറക്കമുണ്ടാവില്ല. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉറങ്ങിക്കണോ, കിടന്നിക്കണോ, ലൈറ്റ് ഓഫ് ആക്കിക്കണോ, അവൾ അവിടേക്കാണ് പോണത്, ആ മാറ്റിയിട്ട് പോണത്, വണ്ടി ഏതാണ്, ആ വണ്ടിക്കാരൻ്റെ അപ്പുറത്ത് എന്താ ആരായിരിക്കണത്, ഇവളെ കയ്യിൽ എവിടെയാണ്, ഇവൾ എത്ര മണിക്കൂർ പുറത്ത് പോയി, എപ്പോഴാണ് ഇവൾ തിരിച്ചു വന്നത്, ഇവൾ തിന്നോ, ഇവൾക്ക് ആരാ കൊടുന്നു കൊടുക്കുന്നത്, ഇവളെ ജീവിതം എന്താണ്, ഇത് ചിന്തിച്ചിട്ട് ഉറക്കില്ലാതെ ഒരുപാട് ഭർത്താക്കന്മാർ ചുറ്റുഭാഗത്തുണ്ടാവും. ആ ഭർത്താക്കന്മാരെ ഭാര്യമാരായിരിക്കും ഈ പൊങ്ങാല ഇട്ടിട്ട് നടക്കുന്നത്. അവർക്കത് മനസ്സിലാവുന്നില്ല. നമ്മളെ മറ്റുള്ളവർ പറയുന്ന നേരം കൊണ്ട് നമ്മളെ വീട്ടിലെന്ത് നടക്കുന്നത്, നമ്മളെ ഹസ്ബൻഡ് എങ്ങനെയാണ്, നമ്മളെങ്ങനെയാണെന്നുള്ളത് നോക്കുക. അത് നോക്കുന്ന നേരം കൊണ്ട് മറ്റുള്ളവരുടെ പിന്നെ ന്യൂനതകളും മറ്റുള്ളവരിങ്ങനെ ആക്കി അങ്ങനെ ആക്കി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് നടക്കലല്ല നല്ലത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, അവൾ പലരുടെയും അവിഹിതം പാടി നടന്നുകൊണ്ട് അവൾക്ക് റബ്ബ് കൊടുത്തതാണ്. ഇതൊക്കെ പറയാൻ മാത്രം നമ്മൾ അയക്കണം. അവിഹിതം പാടി നടന്നതുകൊണ്ട് കിട്ടിയതാണെന്ന് പറയാം. ഇന്ന് അങ്ങനെ തന്നെയാണ്. ഇപ്പം പറഞ്ഞവൻ്റെ ഉടനെ പണ്ടൊക്കെ തന്നെ കാലങ്ങൾക്ക് കൊണ്ടായിരുന്നു. അപ്പം ഈ എഴുതിയ വ്യക്തിക്കും അത് അതിൽ ഉൾപ്പെടുന്നില്ലേ? അപ്പം എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം? എന്തിനാണ് ഇതൊക്കെ? ആരെങ്കിലും എങ്ങനെയും ജീവിച്ചോട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, റീച്ച് ആവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടതാണെങ്കിൽ ഇതൊന്നല്ല. ഞാൻ ആദ്യം നിന്ന് കൊണ്ട് പോകുന്നതാണ്. റീച്ച് ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അത് തന്നെ തുടർന്ന് പോകുമായിരുന്നു. അപ്പം എനിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു സന്തോഷം അൽഹംദുലില്ലാ നല്ലൊരു ഇത് കണ്ടപ്പം ബാക്കിയുള്ളതൊന്നും ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ കേട്ടാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയിരിക്കാം. ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. എപ്പോൾ എങ്ങനെയൊക്കെ വരും എന്നുള്ളത് ഒരു പക്ഷേ നമ്മളെ തെറ്റുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം. അങ്ങനെയൊക്കെ ഒന്ന് ഊഹിക്കാൻ പറ്റിയിട്ട് ആർക്കും മനസ്സിലാക്കാനും ഇതാക്കാൻ പറ്റുന്നില്ല. എല്ലാവരും പകുതി മുക്കാലും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ നല്ല സബ്സ്ക്രൈബേഴ്സ് പോലും എന്നോട് വേറെ രീതിയിൽ കൂടെയാണ് പറയുന്നത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അഭിപ്രായം എവിടെയും തുറന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഞാൻ. അതിനിപ്പോൾ സാജിദ നല്ല രീതിയിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ സാജിദാക്കും വേണ്ടി നല്ല രീതിയിൽ സംസാരിക്കും. വേറെ റോങ് ആയിട്ട് വന്നാൽ ഇത്രയും കാലം ഞാൻ റോങ് ആയിട്ട് പറഞ്ഞു. പിന്നെ അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ അവർ ജീവിച്ച് പോകുന്നതുകൊണ്ട് പിന്നെ അതിന് പറഞ്ഞിട്ട് നമുക്ക് പ്രസക്തി ഇല്ല വർത്തമാനത്തിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അന്ന് വെച്ചിട്ട് ചിലരുടെ അവിഹിതം മാത്രം തിരഞ്ഞു പിടിക്കാനൊന്നും ഞാൻ പോകണില്ല. അങ്ങനെ നോക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർ പിന്നാലെ നടക്കേണ്ടി വരും. അതിന് നേരമില്ല. പിന്നെ എൻ്റെ 2 മക്കളെ കുറിച്ചിട്ട് ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്ന മഹദീനോട് എനിക്ക് പറയാനുള്ളത് ഒന്നാണ്, കുടുംബമായിട്ട് ഞാൻ കൊണ്ടു നടക്കുന്നതാണ്. ഞാൻ എല്ലാ കാര്യത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റായി കൊടുക്കുന്നതാണ് എൻ്റെ ജീവിതം, എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം. അത് കഴിഞ്ഞിട്ട് ബാക്കി എനിക്കുള്ളൂ. ഏത് കാര്യവും അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു ജീവിതം തിരഞ്ഞെടുത്തതും. പിന്നെ അതുകൊണ്ട് തന്നെയാണ് അവരെ വാപ്പാൻ്റെ കൂടെ ഇത്രയും കാലം ഞാൻ ജീവിച്ചതും. ഞാൻ ജീവിച്ചതിൻ്റെ അടുത്തൊന്നും നിങ്ങൾ ആരും ജീവിച്ചിട്ടില്ല. അപ്പോൾ അത്രയും കഷ്ടപ്പാടിൽ 15 വയസ്സ് തൊട്ടിട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്കും വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് ഞാൻ ജീവിച്ചതിന് ഒരു ഗിഫ്റ്റായിട്ട് അള്ളാഹു തന്നിട്ടുള്ള ഒരു മുതലാണ് എനിക്ക് ഇപ്പോഴത്തത്. അപ്പം അത് കണ്ടിട്ടും കണ്ണ് കടിച്ചിട്ടോ അവിടെ കടിച്ചിട്ടോ ഇവിടെ കടിച്ചിട്ടോ മാന്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ ചെറുപ്പക്കാരനെടുത്തിട്ട് മറ്റുള്ളവർ കളിക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് അള്ളാഹു കൊടുത്ത ഒരു ഇതാണെന്ന് വിചാരിച്ചാൽ മതി. നമുക്കത് കിട്ടണില്ലെങ്കിൽ നമ്മളവിടെ കിടന്നിട്ട് മാന്തി പൊളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്ക് കിട്ടാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ നോക്കാം. അല്ലാതെ ഇങ്ങനെ കടി മൂത്തിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം അങ്ങനെ അള്ളാഹു തന്ന ഒരു മുതലാണ് എനിക്ക് അത്. അതുപോലെ തന്നെ എൻ്റെ മക്കളെടുത്തിട്ട് നിങ്ങൾ കളിക്കേണ്ട ഒരാവശ്യമില്ല. അത് കുടുംബം വേറെ, ഇത് വ്ളോഗ് യൂട്യൂബ് വേറെ.
ഞാനിവിടെ വരുന്നത് ഞാൻ എന്നെ പറ്റി മാത്രം അല്ല നിങ്ങളെക്കുറിച്ച് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിനോ നിങ്ങളുടെ മക്കളെ കുറിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല. അപ്പം അങ്ങോട്ട് പോകണ്ട, അതിനായിട്ട് ടെൻഷൻ അടിക്കും വേണ്ട. ഇത് വേ അത് റേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഭിപ്രായം അറിയിക്കാം. ഓക്കെ.